ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലൻ. ബയോളജിയുടെ പുതിയൊരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഇൻട്രഡക്ടറി ലെക്ചറാണ്. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ബയോളജി എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. ഗ്രീക്ക് ഭാഷയിലെ രണ്ട് വാക്കുകളായിട്ടുള്ള ബയോസും ലോഗോസിൽ നിന്നുമാണ് ബയോളജി എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത്. അതിൽ ബയോസ് എന്നാൽ ലൈഫ് അല്ലെങ്കിൽ ജീവനെന്നും ലോഗോസ് എന്നാൽ സ്റ്റഡി അല്ലെങ്കിൽ പഠനമെന്നുമാണ് അർത്ഥം. ചുരുക്കത്തിൽ ബയോളജി നമുക്ക് ഇങ്ങനെ പറയാം: ദ സയൻസ് ഓഫ് സ്റ്റഡിങ് ലിവിങ് ഓർഗാനിസം ഓൺ എർത്ത് എന്ന് പറയാം. നമ്മുടെ ഭൂമിയിൽ ജീവനുള്ളവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോളജി. ഭൂമിയിൽ ജീവനുള്ളവയെ നമ്മൾ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. അതിൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ബോട്ടണി എന്നും ആനിമൽസിനെ കുറിച്ചുള്ള പഠനത്തെ സുവോളജി എന്നുമാണ് വിളിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇവ രണ്ടും ചേർന്ന് കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്നതാണ് ബയോളജി. സുവോളജിനെയും ബോട്ടണിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് ബയോളജി. ഇങ്ങനെ നമ്മുടെ ഭൂമിയിലുള്ള പ്ലാന്റ്സും ആനിമൽസും എല്ലാം പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഒന്നിൻ്റെ നിലനിൽപ്പിന് മറ്റൊന്നിനെ അത് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ പ്ലാന്റ്സ് ആണ് നമുക്ക് വേണ്ട ഓക്സിജൻ പുറപ്പെടുവിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുവാനൊക്കെ നമ്മുടെ പ്ലാന്റ്സ് വലിയ രീതിയിലുള്ള സ്വാധീനങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറയുന്ന ബയോളജി എന്ന് പറയുന്ന പദം കോയിൻ ചെയ്യുന്നത് 1802 ലമാർക്കും ട്രെവിറാനസും ചേർന്നുകൊണ്ടാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും നിങ്ങൾ പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കമ്പനിയാണ് L&T. L&T കമ്പനിയുടെ പേരിൽ പഠിക്കുക. ബയോളജി എന്ന പദം കോയിൻ ചെയ്യുന്നത് L&T കമ്പനിയാണ്. അങ്ങനെ പഠിച്ചു വെച്ചാൽ അത് കംപ്ലീറ്റ് ആയി. ബയോളജി എന്നതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് യൂണിറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എവല്യൂഷൻ, ഗ്രോത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഭൂമിയിലുള്ള വിവിധ ജീവജാലങ്ങളുടെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതും അതിൻ്റെ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്നതും അതിൻ്റെ വളർച്ചയിലായിട്ട് ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുന്നതും അത് ജീവിക്കുന്ന എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഇതെല്ലാം ചേർന്നുള്ള കളക്റ്റീവായിട്ടുള്ള പഠനത്തെ നമുക്ക് ബയോളജി എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ബയോളജീനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ ഭൂമിയിൽ പ്ലാന്റ്സിനും ആനിമൽസിനുമെല്ലാം ലൈഫ് അല്ലെങ്കിൽ ജീവനുണ്ട് എന്നുള്ള ആശയം മുന്നോട്ട് കൊണ്ടുവന്ന സയൻറ്റിസ്റ്റ് അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ആദ്യമായിട്ട് ആരാണ് നമ്മുടെ പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാം ജീവനുണ്ട് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് നമ്മളടുത്ത് ചോദിക്കുന്ന സമയത്ത് അത് അരിസ്റ്റോട്ടിലാണ് എന്ന് ഓർത്ത് വെക്കുക. കൂടാതെ ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, ഫാദർ ഓഫ് ഏൻഷ്യൻ്റ് സയൻസ് എന്നെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്ത് വെക്കുക: ഫാദർ ഓഫ് ഏൻഷ്യൻ്റ് സയൻസ് ആണ് അരിസ്റ്റോട്ടിൽ. എന്നാൽ ഫാദർ ഓഫ് സയൻസ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ സയൻസ് ചോദിക്കുന്ന സമയത്ത് അത് ഗലീലിയാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ പിതാവാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ? ബയോളജിയുടെയും അതുപോലെ തന്നെ സുവോളജിയുടെയും അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് സയൻസിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഹിസ്റ്റോറിയ അനിമലിയം. അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഏകദേശം 500 വിവിധ ഇനം മൃഗങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സുവോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ബോട്ടണിയുടെ പിതാവ് ആരാണ്? ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫ്രാറ്റസ് ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് പ്ലാന്റ്സുകളെക്കുറിച്ചൊക്കെ ആദ്യമായിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. BC 370 BC 287 ഇടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ റിസർച്ചുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹിസ്റ്റോറിയ പ്ലാന്റേറം. ഇതിൽ അദ്ദേഹം ഏകദേശം 500 വിവിധ ഇനം പ്ലാന്റ്സുകളെക്കുറിച്ച് വിശദീകരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ഭൂമിയിൽ വളരെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസും നമ്മുടെ വിവിധ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി കാണുവാനായിട്ട് സാധിക്കും. അത് മറൈൻ എക്കോസിസ്റ്റം ആയിരിക്കാം, ഡെസേർട്ട് എക്കോസിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആയിരിക്കാം. അങ്ങനെ ഭൂമിയിലുള്ള ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെ റിച്ച്നെസ്സിനെയും വെറൈറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന്. അങ്ങനെ ഇതോടുകൂടി ബയോളജിയുടെ ഇൻട്രഡക്ടറി ആയിട്ടുള്ള ലെക്ചർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് വരുന്ന വീഡിയോകളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ കൂടി കടന്നു പോകാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.